ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമയുടെ എല്ലാം തന്നെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജനുവരി മാസം നിരവധി ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് നന്ദമുരി ബാലകൃഷ്ണ കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള അഖണ്ഡ 2 താണ്ഡവ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ചിത്രം പ്രതീക്ഷിച്ചത്ര വിജയങ്ങൾ സ്വന്തമാക്കിയതെങ്കിലും നന്ദമുരി ബാലകൃഷ്ണയുടെ അഴിഞ്ഞാട്ടം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സംയുക്ത മേനോൻ കേന്ദ്ര കഥ നായികയായിട്ടെത്തിയ ചിത്രം ബോയപ്പട്ടി ശ്രീനുവായത് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ജനുവരി 9 തിയേറ്ററിലെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയുടെ ബൾട്ടി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിൻ്റെതാണ്. ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം കഴിഞ്ഞ വർഷമായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. വമ്പൻ താരനിരയിൽ അണിയിരുന്ന ചിത്രം മികച്ച ഒരു വിജയം സ്വന്തമാക്കിയെങ്കിൽ ഒരു ആവറേജ് വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി ശിവരംഗുമായിരുന്നു ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നേ. തമിഴിലും മലയാളത്തിലും ഒരുക്കിയ ചിത്രം 20 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ഉൾപ്പെടുത്താൻ ലഭ്യമായിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി മാസമായിട്ട് റിലീസിനെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വേല എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിൻ്റെതാണ്. ഒരുപാട് നാളായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് വേല എന്ന് പറയുന്ന സിനിമ. 2023 തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ ഷെയ്ൻ നിഗം, സണ്ണി വെയിൻ തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്യാം ശശിയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ജനുവരി മാസത്തോടുകൂടി തന്നെ ഈ ഒരു സിനിമയെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ DNA എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. 2024 തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ അഷ്കർ സൗകാനായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രം മികച്ച ഒരു ത്രില്ലർ ചിത്രം എന്നുള്ള അഭിപ്രായമൊക്കെ സ്വന്തമാക്കിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കില്ല. TS സുരേഷ് ബാബു ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസമായിട്ട് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന സിനിമ. മഹേഷ് മധു ഡയറക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം ലാസ്റ്റോടു കൂടി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ കെ ജോസ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ മമ്മൂട്ടി വില്ലനായിട്ട് എത്തിയപ്പോൾ നായകനായിട്ട് വിനായകനായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 85 കോടിക്ക് അടുത്തുള്ള തുക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. സോണി ലൈവ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം നമുക്ക് ജനുവരി പകുതിയോടുകൂടിയോ ജനുവരി ലാസ്റ്റോടുകൂടി തന്നെ സോണി ലൈവ് വഴി കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ നിങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.